നമസ്കാരം. നമസ്കാരം. പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന ഒരു കലാരൂപമാണ് തെയ്യം എന്ന് പറയുന്നത്. തെറയായാലും ഇപ്പം തലപ്പാളി മുതൽ എല്ലാ സാധനങ്ങളും വൃക്ഷങ്ങളുമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു തെയ്യത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ ഒരു അറിവിലേക്ക് ആ തെയ്യത്തിൻ്റെ വേഷവിധാനങ്ങളെക്കുറിച്ച്, ചമയങ്ങളെക്കുറിച്ച്, മെയ്യെഴുത്തിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ പ്രകൃതിയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് എന്ന് പറയുന്നത് ഈ കാർഷിക വൃത്തിയിൽ നിന്നാണ് ഈ ഒരു ആട്ടം ഉണ്ടായതെന്ന് പണ്ടേ പറയപ്പെടുന്നുണ്ട്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ തിറയാട്ടോ അല്ലെ തെയ്യം ഉണ്ടായതല്ല. പണ്ടുള്ള കർഷകന്മാർ, പണ്ട് ജീവിച്ചിരുന്ന കർഷകന്മാർക്ക് കാർഷിക വൃത്തിയിൽ കൂടുതൽ വിളവും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർ ആരാധിച്ചു പോകുന്ന ഒരു മൂർത്തിയുണ്ട്, അല്ലെങ്കിൽ ഒരു കല്ലിനെ ആരാധിക്കുക. അവിടെ ഇവർ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ചപ്പുകളും ഇതൊക്കെ വെച്ചിട്ട് അവരൊരു ഭക്തിപരമായിട്ടുള്ളൊരു നൃത്തം അത് പണ്ടേ ചെയ്തു പോന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റങ്ങൾ വന്നിട്ടാണ് ഇങ്ങനെയൊരു കെട്ടിയാട്ടം ഉണ്ടായതെന്ന് ഞാൻ എവിടെയൊന്നും വായിച്ചിട്ടുണ്ട്. എനിക്ക് പൂർണ്ണമായിട്ട് സമർത്ഥിക്കാൻ പറ്റില്ല. ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെയാണ് തുടങ്ങിയത്. ഒരു സുപ്രഭാതത്തിൽ നമുക്ക് തറ കെട്ടിയാടാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും തുടങ്ങി വെച്ച കാര്യങ്ങളാണ് ഇങ്ങനെ ആയിട്ട് അതിൻ്റെ ഒരു സ്റ്റാൻഡിലേക്ക് വരുന്നത്. അപ്പോൾ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ് കെട്ടിയാട്ടം, ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് കെട്ടിയാട്ടം. അതിൽ പണ്ട്, ഇപ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വന്നു, പക്ഷേ പണ്ടുള്ളവർ നമ്മുടെ ആടയാഭരണങ്ങൾ, ഇപ്പോൾ മരത്തിൽ നിന്നാണ് ആടയാഭരണങ്ങൾ ഉണ്ടാക്കുന്നത്. മുരിക്ക് മരം, അതിൽ നിന്നാണ് ചമയങ്ങൾ ഉണ്ടാക്കിയത്. മുരിക്ക്, പാല, ഈ മരങ്ങൾ ഉപയോഗിച്ചാണ് ചമയങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ചമയങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൽ അവർ ഒട്ടിക്കുന്നത്, അല്ലെങ്കിൽ അതിന് ഗോൾഡൻ ഇതൊക്കെ കൊടുക്കുന്നത്, അതിൽ മഞ്ഞപ്പൊടി കാര്യങ്ങളൊക്കെ തേച്ചിട്ട് അതിൻ്റെ കളറ് മാറ്റിയെടുത്തിട്ടായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ മാറി. ഈ കാലഘട്ടത്തിൽ പിന്നെ ഈ മുഖത്തെഴുത്ത്, പണ്ടുള്ളൊരു മുഖത്തെഴുത്തിന് ഉപയോഗിക്കുന്ന അരീച്ചാന്ത്, ഈ വെള്ള കളറിന് അരീച്ചാന്ത്, മഞ്ഞ കളറിന് മനയോല, അത് മനയോല കല്ലുണ്ട്, മനയോല കല്ല് അല്ലെങ്കിൽ മഞ്ഞപ്പൊടി, പിന്നെ ചായില്യത്തിന് ചായില്യക്കല്ല്, അതൊക്കെ ഒരു കൂട്ടാണ്. ആ കൂട്ടമൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി. പണ്ടുള്ളവർക്ക് അതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ അറിയും. കാരണം നമ്മുടെ സ്കിന്നിലേക്കാണ് ഇത് എഴുതപ്പെടുന്നത്. അപ്പോൾ സ്കിന്നിനും യാതൊരു പ്രശ്നം ഉണ്ടാകരുത്. അപ്പോൾ അങ്ങനെ പണ്ടുള്ളവർ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളാണ്. അതൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഒക്കെ കെമിക്കൽ കാര്യങ്ങളാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ നമുക്ക് മനയോല വേണമെങ്കിൽ നേരിട്ട് പോയിട്ട് കടയിൽ നിന്ന് വാങ്ങാം, ചായില്യം വേണമെങ്കിൽ വാങ്ങാം. അതുപോലെ തന്നെ അരീച്ചാന്തിൻ്റെ അതേ കളർ വേണമെങ്കിൽ സിങ്ക് വൈറ്റ് എന്ന് പറഞ്ഞൊരു പൊടി ഇറങ്ങിയേക്ക്, ആ പൊടി വാങ്ങാം. അപ്പോൾ പണ്ടുള്ളത് കാർഷിക എന്താ പറയുക, പൊതുവായിട്ട് ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയ കോലങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിലും വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഇപ്പം ഒട പറഞ്ഞല്ലോ, ഒട പോലെയുള്ള സംഗതികൾ, അതായത് തീയിലേക്ക് എടുത്ത് ചാടുന്ന സമയത്ത് ഉപയോഗിക്കുന്ന, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീത്തെയ്യങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കുന്ന കുരുത്തോലയാണ്. തെങ്ങിൻ്റെ ഇത്രയും ചെറിയ എന്താ പറയുക, മൂക്കാത്ത അല്ലെങ്കിൽ പാകാവാത്ത കുരുത്തോല ഉപയോഗിച്ചിട്ടാണ് തീത്തെയ്യങ്ങൾ അധികം ഇറങ്ങുക. കാരണം കുരുത്തോലയ്ക്ക് ഒരു നിശ്ചിത സമയം വരെ തീയെ പ്രതിരോധിക്കാനുള്ളൊരു ശക്തിയുണ്ട്. കാരണം ഉള്ളിൽ വെള്ളം ഉണ്ടാവും ഈ കുരുത്തോല വാടിക്കഴിഞ്ഞാലും കുറച്ചുകൂടി നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് പണ്ടുള്ളവർ അത് ആ കുരുത്തോല ഇത് യൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ അത് ഇപ്പം തീച്ചാമുണ്ടി തെയ്യത്തിനൊക്കെ ഈ ഒടയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള സാധനം. അതൊരു ഒരുപാട് ഒരു 6 തട്ടോ അല്ലെങ്കിൽ 6 അട്ടിക്ക് കുരുത്തോല വെച്ച് തുന്നണം. ഇവിടെ നമ്മുടെ നെഞ്ഞ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ളിൽ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഈ തീയെ പ്രതിരോധിക്കാൻ, ഈ മനുഷ്യ ശരീരത്തിലേക്ക് തീ വരാതിരിക്കാൻ വേണ്ടി ഈ കുരുത്തോലയും അതുപോലെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഒട എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ തീച്ചാമുണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ തീക്കുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ ഒറ്റക്കോലങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. മുമ്പ് ഏതോ ഒരു ഡോക്യുമെൻ്ററിയിൽ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു. അതായത് ഒട തന്നെ കെട്ടുന്ന സമയത്ത് തീയിലേക്ക് എടുത്ത് ചാടുമ്പോൾ വലിക്കാൻ ഉപയോഗിക്കുന്ന വാല് കെട്ടുന്നത് കാലിനിടയിലൂടെയാണ്. പിന്നീട് മൂത്രമൊഴിക്കാൻ വരെ, മൂത്ര സംബന്ധമായ രോഗങ്ങളിലേക്ക് ഒക്കെ പിന്നീട് പോവേണ്ടി വരും എന്ന്. അപ്പം ശാരീരികമായിട്ട് ഉണ്ടാവുന്ന അത്തരം പ്രശ്നങ്ങളെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത്? സത്യത്തിൽ ശാരീരികമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും. അല്ലാതെ നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്ന ക്ഷതങ്ങളൊക്കെ നമുക്ക് എന്ന് ഓർമ്മിക്കാനുള്ള ക്ഷതങ്ങൾ തന്നെയായിട്ടുണ്ടാവും. ഇപ്പോൾ തീച്ചാമുണ്ടി തെയ്യം അല്ലെങ്കിൽ ഒറ്റക്കോലം എന്ന് പറയുന്നത് 101 പ്രാവശ്യം കണലിലേക്ക് വീഴുകയാണ്. ആ കണലിൻ്റെ അടുത്ത് ഒരാൾക്ക് നേരെ പോയി നിൽക്കാനാവില്ല, അത്രയ്ക്കും ചൂടായിരിക്കും. അപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിന് ഇത്ര ചൂട്, ഇത്ര സമയം താങ്ങി നിൽക്കുക എന്നുള്ള കാര്യങ്ങളേ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഹാർട്ട് ചൂടാവും,
അതുപോലെ തന്നെ നെഞ്ഞൊക്കെ ചൂടായി കഴിഞ്ഞാൽ അത് പിന്നേക്ക് ഈ ഒരു കോലക്കാരന് അതിൻ്റെ കഷ്ടപ്പാട്, അത് ചുമ, ഒരുപാട് പൊടികളുണ്ടാവും, വെണ്ണീര്, ഇതൊക്കെ നമ്മൾ ആ 101 പ്രാവശ്യം വീഴുമ്പോൾ നമ്മുടെ ശ്വാസത്തിലൂടെ അല്ലെങ്കിൽ ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളിൽ വന്ന് അയാൾക്ക് ഒരു ചുമ അല്ലെങ്കിൽ ശ്വാസകോശപരമായിട്ടുള്ള രോഗങ്ങളായി പോകുന്ന തെയ്യക്കാർ. അതുപോലെ തന്നെ കടലിൻ്റെ ചുറ്റും ഈ ഭൂമി അത്രയ്ക്കും ചൂടായിരിക്കും. അപ്പോൾ ഈ ഒറ്റക്കോലം വീണ് കഴിഞ്ഞാൽ ഒറ്റക്കോലത്തെ അവിടെ നിന്ന് പൊക്കേണ്ടത് ഇവരാണ്. 2 സൈഡിൽ നിൽക്കുന്ന, 2 ഭാഗത്ത് നിൽക്കുന്ന ശ്രമക്കാരാണ്. അത് ഒന്ന് പൊക്കാൻ വൈകിക്കഴിഞ്ഞാൽ ചൂടടിക്കും. ഈ കണലിൻ്റെ ഈ വക്കത്ത് എന്ന് പറയുന്നത് കണലിനേക്കാട്ട് ചൂടാണ് ഭൂമിക്ക്. ആ ഭൂമിയിൽ ഈ കാല് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ഒരാളെ കാലിൻ്റെ വിരൽ മുറിക്കേണ്ട ഒരു അവസ്ഥ വന്നത്, പഴുപ്പ് കയറിയിട്ട് അതിങ്ങനെ പൊള്ളിയിട്ടാണ്. കാരണം അത്രയും വളരെ ഉയരത്തിൽ ഉള്ളൊരു ചൂടാണ് ഈ ഒരു ഒറ്റക്കോലത്തിനുണ്ടാകുക. അതൊരു രാത്രി 7 മണിക്ക് നമ്മൾ കത്തിക്കാനിട്ടാൽ പിറ്റേന്ന് രാവിലെയാണ് ഈ വിറകാവുന്നത്. അത് കത്തുമ്പോൾ തന്നെ ആ ചുറ്റുപാടും ആർക്കും നിൽക്കാൻ പറ്റില്ല, അത്രയും ചൂടായിരിക്കും. ആ ചൂടിലേക്കാണ് ഒരു ശരീരം അല്ലെങ്കിൽ ഒരു ദൈവം കോലം കെട്ടിയ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കലാകാരൻ വീഴുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് പിന്നേക്ക് ഒരു തീച്ചാമുണ്ടി കോലക്കാരന് അല്ലെങ്കിൽ ഇത്രയും തീക്കുട്ടിച്ചാത്തൻ കോലക്കാരന് അഗ്നിയായിട്ട് ബന്ധപ്പെട്ട ഈ കോലക്കാർക്കൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എന്തെങ്കിലും രോഗങ്ങൾ, അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ എന്തായാലും ഉണ്ടാവും. അതൊന്നും വകവയ്ക്കാതാണ് ഇവരിതിനെ ഇറങ്ങിത്തിരിക്കുന്നത്. ഇതിനു വേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻസ് നടത്താറുണ്ടോ? അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ആയോധന കലകൾ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ശാരീരികമായി എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഒരു തെയ്യക്കാലത്തിലേക്ക് വേണ്ടി ഒരു തെയ്യക്കാരൻ ചെയ്യാറുണ്ടോ? നമ്മുടെ കർക്കിടക മാസം ഉഴിച്ചിൽ കാര്യങ്ങൾ, മരുന്ന്, ഇതൊക്കെ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഉഴിച്ചിലാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ കർക്കിടക മാസം ആകുമ്പോൾ കലാകാരന്മാർ അല്ലെങ്കിൽ കൊലധാരികൾ ഉഴിച്ചിൽ, അതുപോലെ തന്നെ മരുന്നുകൾ, ഇതൊക്കെ കുടിച്ച് ശരീരം ഒന്ന് സെറ്റാക്കി വെക്കും. കുട്ടിച്ചാത്തൻ തെയ്യം തന്നെ 16ഓളം പന്തങ്ങൾ കെട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പല പ്രാവശ്യം വിമർശകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് അത്തരത്തിൽ അപകടം പിടിച്ച തെയ്യങ്ങൾ ചെയ്യുന്നത്? അത്തരത്തിലുള്ള തെയ്യങ്ങൾ ചെയ്യാതിരുന്നതൂടെ? ഇപ്പോൾ തീച്ചാമുണ്ടിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്? ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു തെയ്യത്തിൻ്റെ വേഷം എന്ന് പറയുന്നത് ഈ തോറ്റത്തിലുള്ള കാര്യങ്ങളാണ്. അരയിൽ 16 പന്തം ചുറ്റി അങ്ങനെ ഒരു വരികളുണ്ടാവും. അപ്പോൾ ആ സാധനം നമ്മൾ ചെയ്യണം. ഇപ്പോൾ തീക്കുട്ടിച്ചാത്തനാന്ന് പറഞ്ഞ് വെറുതെ ഒന്ന് പന്തോ അല്ലെങ്കിൽ തീയോ ആയിട്ടൊരു ബന്ധവും ഇല്ലാണ്ട് ഒരു കോല ഇറങ്ങിയാൽ അത് തീക്കുട്ടിച്ചാത്തനാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താ ഞാൻ പറയാം, പാരമ്പര്യം എഴുതി വെച്ച തോറ്റത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓരോ വേഷങ്ങളും ക്രിയേറ്റ് ചെയ്തത്. പണ്ടുള്ളവർ അത്രയും ബുദ്ധി ഉപയോഗിച്ച് ഉണ്ടാക്കി വെച്ച കാര്യങ്ങളാണ്. അതിനനുസരിച്ചാണ്, ആ തോറ്റത്തിനനുസരിച്ചാണ് ഓരോ വേഷങ്ങളും. അപ്പോൾ ആ തീയനെ നമുക്ക് ഇത്ര റിസ്ക്, അങ്ങനെയാച്ചാൽ തീക്കുട്ടിച്ചാത്തൻ തെയ്യം വേണ്ട, അല്ലെങ്കിൽ കണ്ടാകരണം തെയ്യം വേണ്ട, അവിടെയാണ് വിചാരിക്കേണ്ടത്. അല്ലാതെ അത് ആ തീയനെ മാത്രം ഒഴിവാക്കിയിട്ട് കാര്യമില്ല, അതല്ല പറയേണ്ടത്. അങ്ങനെയാച്ചാൽ ആ തെയ്യം വേണ്ട, ആ തെയ്യം എന്ന് പറയുന്ന സാധനം വേണ്ട എന്ന് പറയണം. കാരണം പണ്ടുള്ളവർ എഴുതപ്പെട്ട ആ രീതിയിലുള്ള ആ തോറ്റത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വേഷവിധാനങ്ങളാണ് തെയ്യത്തിൽ വരുന്നത്. അത് നിർബന്ധമാണ്, എങ്കിലേ ആ ഒരു കോലം പൂർണ്ണമാകുന്നുള്ളൂ.